ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ബെഡ്റൂമാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വൃത്തിയാക്കാൻ പോണത്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഞാൻ ഓർഗനൈസിങ് ആണ് കൂടുതൽ ചെയ്യണത്. അത് നമ്മൾ ഏതെങ്കിലും 2 ഷെൽഫ് എടുത്തിട്ട് ഒതുക്കലും പിന്നെ റൂം ഫുൾ ക്ലീനിങ്ങും. മെയിനായിട്ട് ഇവിടെ വാർഡ്രോബും ഈ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിരിക്കുന്ന ഈ ഒരു സെക്ഷനാണെന്ന് ഞാൻ നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്യണേ. അത് കഴിഞ്ഞ് നമുക്ക് റൂം വൃത്തിയാക്കാം. അപ്പോൾ ഈ ഒരു സ്പേസ് ആദ്യം ഒരു ടേബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. പിന്നീട് നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ചേട്ടൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ തന്നെ ഇങ്ങനെ ഒരു അലമാര ഉണ്ടാക്കിയൊക്കെ തരായിരുന്നു. പിന്നെ ടേബിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ 2 ഷെൽഫുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ അറ്റത്തും ആ ഒരു അറ്റത്തും. അപ്പോൾ ഒരു ഷെൽഫിൽ ചേട്ടൻ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും അവിടെ വെച്ചിരിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ ആ അറ്റത്ത് കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അതും ഇതും കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യണത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഈ ഷെൽഫിലൊക്കെ ഞാൻ ഡെക്കറേഷനോ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നു. പക്ഷേ പിന്നീട് ചേട്ടനും കൂടി സ്പേസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ അധികം വേറെ കുറേ ഐറ്റംസൊക്കെ വെക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡെക്കറേഷൻസോ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ വെക്കാറില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അതായത് എനിക്ക് കുറേ ഡെക്കറേഷൻസ് വെക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ചേട്ടനാണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഐറ്റംസൊക്കെ വെക്കണം. അത് മാത്രമല്ല, എടുക്കുന്ന എല്ലാ ഐറ്റംസും കാണുന്ന അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. അത് കാണുമ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് തോന്നില്ലെങ്കിലും അങ്ങനെ എടുക്കുന്ന പോലെ വെക്കണം. അപ്പോൾ എനിക്കതത്ര ഇഷ്ടമല്ല. എന്നാലും ഞങ്ങൾ ഒരുവിധം സഹകരണത്തിൽ കുറേ ഐറ്റംസ് പുറത്ത് വെച്ചിട്ട് കുറേയൊക്കെ ഷെൽഫിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പലതരം ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഭയങ്കര നീറ്റായിട്ട് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാവും, ഹസ്ബൻഡ് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മക്കൾ വേറെ രീതിയിലാവും. അങ്ങനെ വരുമ്പോൾ വീട്ടിലെല്ലാ കാര്യവും ഒരുപോലെ നമ്മുടെ ഇഷ്ടത്തിന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ നമ്മൾ വാശി പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സഹകരണത്തിൽ 2 പേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു സ്പേസ് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേറെ സ്പേസുകളുണ്ട്. അവിടെ ഞാൻ ഭംഗിയായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ വയ്ക്കും. ചില സ്പേസുകൾ നമുക്ക് അതുപോലെ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൽ വിഷമിക്കേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എനിവേസ് ഞാൻ അവിടെ എല്ലാം നന്നായിട്ട് ഒതുക്കി. കാരണം കുറേ കുരുകുരു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ അത് പിന്നീട് ആവശ്യം വരും എന്ന് വിചാരിച്ച് കുറേ ഐറ്റംസ്, പിന്നെ കുറേ ഐറ്റംസൊക്കെ ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവ് ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നും കളയാൻ തോന്നില്ല, എല്ലാം ഇങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ കലണ്ടർ പോലും ഇത് കഴിഞ്ഞ വർഷത്തെ കലണ്ടറാണ്. ഇത് എന്താണ് നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ ആ കലണ്ടറിലുള്ള സെപ്റ്റംബർ മാസത്തിലെ ദിവസവും ഡേറ്റ്സ് എല്ലാം സെയിം ആണ്. അതായത് ജൂൺ മാസമായിട്ട് സെയിം ടു സെയിം ആണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് നല്ല കലണ്ടറാണ്, അത് എന്തിനാ കളയണത്, അത് സെയിം ഡേറ്റ് തന്നെയാണ് അതിൽ വരണേ, ആകെ മാസത്തിൻ്റെ പേര് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു ആ ഒരു കലണ്ടർ വെച്ചിരിക്കുന്നത്, അല്ലാതെ ഇത് പഴയ ഡേറ്റിലെ വീഡിയോ അല്ല കേട്ടോ. പെട്ടെന്ന് ചിലർ കാണുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ നോട്ടീസ് ചെയ്ത് നമ്മുടെ വീഡിയോയിലൂടെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു കലണ്ടറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ ഒരുവിധ ഐറ്റംസൊക്കെ ഇങ്ങനെ റീയൂസ് ചെയ്യും, ഒന്നും കളയൊന്നുമില്ല, ഒക്കെ സൂക്ഷിച്ച് വെക്കും. അതുകൊണ്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു ടൈം കഴിയുമ്പോൾ ചില ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മൾ കളയണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ഭയങ്കര മെസ്സി ആയിട്ട് പോകും. ഞാൻ അങ്ങനത്തെ ഒരു പോളിസി എനിക്കിങ്ങനെ കുറേ ഐറ്റംസ് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ പഴയ വീടുകളിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്നവരൊക്കെ ആകുമ്പോൾ നമുക്കതെല്ലാം അങ്ങനെ എടുത്ത് പെട്ടെന്ന് കളയാനൊന്നും പറ്റില്ല. കാരണം അവർക്ക് ഐറ്റംസിനോട് ചിലപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. മാത്രമല്ല അവർക്കത് പിന്നീട് ആവശ്യം വരുമെന്ന് വെച്ചേക്കുന്നതൊക്കെ ആകുമ്പോൾ നമുക്കത് മുഴുവനായിട്ട് എടുത്ത് കളയാനൊന്നും പറ്റില്ല. പക്ഷേ ഒരുവിധം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ ഒതുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓഫീസ് സ്പേസൊക്കെ പ്രത്യേകിച്ച് ഒതുക്കുമ്പോൾ ഒരു പ്രശ്നം, ചിലപ്പോൾ ഞാൻ എടുത്ത ഐറ്റംസൊക്കെ സ്ഥലങ്ങളൊക്കെ മാറ്റി വയ്ക്കുക ഒതുക്കുമ്പോൾ. പിന്നെ വരുമ്പോൾ ഇതെല്ലാം വരെ പറഞ്ഞ് പഠിപ്പിക്കണം, ഇത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ഇത് ഇവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ മക്കൾ പറയും പലപ്പോഴും, അമ്മയുടെ ഒതുക്കൽ കഴിഞ്ഞവിടെ പകുതി സാധനം എവിടെയാണെന്ന് മനസ്സിലാവില്ല എന്ന് പറയും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒതുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒതുക്കൽ കുറവാണ്. കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി തുടങ്ങിയതുകൊണ്ട് ഞാൻ പരമാവധി കുറച്ചധികം ടൈം കഴിഞ്ഞിട്ട് മാത്രമാണ് ഒതുക്കുക. കാരണം നമ്മൾ ഒതുക്കിയ ഒരു ഐറ്റം സ്ഥലത്ത് വെച്ചാലേ ഓർഗനൈസിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പിന്നെ ആ ഐറ്റംസ് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചാൽ എല്ലാവർക്കും അത് കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഒരു സ്ഥലത്ത് സെറ്റായ കുറച്ച് നാളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മുടെ ഓഫീസ് സ്പേസും ക്രാഫ്റ്റ് ഐറ്റംസ് വെക്കുന്ന ആ ഒരു സ്പേസും ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിലെ അടുത്തൊരു സെക്ഷനാണ് നമ്മൾ വാർഡ്രോബ്, നമ്മുടെ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷെൽഫ്. പിന്നെ ഒരു ഷെൽഫുണ്ട്, അതിൽ ബെഡ്ഷീറ്റും ടവലുകളും അതൊക്കെ വെച്ച ഷെൽഫുണ്ട്. അതൊന്നും ഞാൻ ചെയ്യണില്ല, കാരണം എല്ലാം കൂടി ഒരു ദിവസം ചെയ്യരുത്, നമുക്ക് മടുപ്പാവും. അപ്പോൾ നമുക്ക് പറ്റുന്ന കുറച്ച് ഏരിയാസ്, ഈ ഒരു അൽമാരയുടെ ഒരു സൈഡ് ഫുള്ള് നമ്മൾ കാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, പാർട്ടി വെയർ ഡ്രസ്സുകൾ, അതൊക്കെയാണ്. അത് ഓൾറെഡി ഞാൻ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് അലങ്കോലമാവും. കാരണം ഞാൻ അലക്കി കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നേരമൊന്നും ഇല്ലെങ്കിൽ വെറുതെയൊക്കെ മടക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും. കുറേ കഴിയുമ്പോൾ എടുത്തെടുത്ത് വരുമ്പോൾ അത് അലങ്കോലമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒതുക്കേണ്ടി വരുന്നത് ഈ ഒരു ഷെൽഫാണ്. അപ്പോൾ ആദ്യം ഞാൻ ഹാങ്കറിന്മേൽ കുറേ ഷോർട്ട് കുർത്തീസ്, ജീൻസിൻ്റെ കൂടെ ഇടുന്ന കുർത്തീസ് ഇങ്ങനെ വെച്ചിരുന്നു. അതല്ലൊന്ന് നീളത്തിൽ ഫോൾഡ് ചെയ്തിടാണ്. അപ്പോൾ ഇത്തിരി കട്ടി കുറയും, നമുക്ക് കുറച്ചധികം അതിലിട്ട് കൊടുക്കാം.
ഞാനൊരു ഡ്രസ്സും അയൺ ചെയ്തിട്ടൊന്നും വെക്കാറില്ല കേട്ടോ. അല്ലാതും എനിക്ക് ആവശ്യമനുസരിച്ച് കുറച്ചൊരു 5-6 ഞാൻ പുറത്തോട്ട് എടുത്തിട്ട് ഹാങ്ങറും ഇങ്ങനെ ഹാങ് ചെയ്തിടും. അപ്പോൾ കുറേ ചുളിവൊക്കെ പോവും. പിന്നെ ആവശ്യം വരുന്ന അനുസരിച്ച് അയൺ ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണ് പരമാവധി ചെയ്യാറില്ല. അതല്ല അയൺ ചെയ്ത് വെക്കാറില്ല. കാരണം വെച്ചാൽ തന്നെ കുറയുമ്പോഴേക്കും അതിങ്ങനെ ചുളിവ് വന്നു തുടങ്ങും. ഇപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഷോർട്ട് കുർത്തീസും ജീൻസാണ്. അതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയ ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഷോപ്പിങ്ങിന് പോകുമ്പോൾ പുറത്തെപ്പോൾ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡ്രസ്സ്. മാത്രമല്ല ബൈക്കിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ, എനിക്ക് ചുരിദാറിനെക്കാട്ടൊക്കെ കംഫർട്ട് തോന്നിക്കുന്നത് ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ അതിന് നമുക്ക് ഷോർട്ട് കുർത്തിയും ബാഗി ജീൻസും ഒക്കെ ആണെങ്കിൽ കുറച്ച് ലൂസ് ഉണ്ടായിരിക്കും, നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ആണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലും കടകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അധികം വിലയും വരണില്ല, 500 രൂപ താഴെ കിട്ടുകയും ചെയ്യും. ജീൻസ് ആണെങ്കിൽ കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ജീൻസ് വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും അടിപൊളി ഡ്രസ്സാണ് ഈ ഷോർട്ട് കുർത്തിയും അതുപോലെ തന്നെ ഈ ജീൻസും. അതും നല്ല കംഫർട്ടാണ്. നമുക്കത് ഏതൊരു ഏജുള്ളവർക്കായാലും അത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്കൊരു യങ് ആയിട്ടുള്ളൊരു ഫീലും കിട്ടും ആ ഡ്രസ്സ് ഇടുമ്പോൾ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം അതാ. അപ്പോൾ അതെല്ലാം ഫോൾഡ് ചെയ്തൊരു സെക്ഷനിൽ വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ ചുരിദാറുകളല്ലാതെ ഇതിപ്പോൾ പാൻറ്റും ടോപ്പും കൂടിയുള്ള സെറ്റുകളും അങ്ങനത്തെ കുർത്തീസ് മാത്രമുള്ളതൊക്കെ ഞാൻ ഫോൾഡ് ചെയ്യാണ്. അവിടെ ഇരുന്നത് മുഴുവൻ മടക്കാൻ മടുപ്പ് തോന്നിയോണ്ട് തന്നെ ദൃശ്യം 3 മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇതിൽ വെച്ചിട്ട് അത് കാണുന്നതിൻ്റെ ഒപ്പം ഞാൻ തുണികൾ മടക്കലും കാര്യങ്ങൾ ചെയ്യണം. ഞാൻ കൂടുതൽ പണി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് TV കാണലും നടക്കും, പണിയും നടക്കും. അതിന് TV കാണല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഓണാക്കി വയ്ക്കും. കാരണം ആർക്കായാലും പണി പറയുമ്പോൾ മടുക്കും. ഇപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുണ്ടെങ്കിലോ എന്ത് ചെയ്യാനും ഇവിടെ വന്നിരുന്നത് കാണലും ചെയ്യലും ഒക്കെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ തുണികൾ മുഴുവൻ അവിടെ കൊണ്ടുവച്ച് അതെല്ലാം അവിടെ ഇരുന്ന് മടക്കി തീരുന്നതേ അറിഞ്ഞില്ല. കാരണം സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇത് മടക്കിക്കൊണ്ടിരിക്കുന്നു, അതങ്ങനെ നടന്നുപോയി. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ സിനിമ കണ്ടു, കുഴപ്പമില്ല. ഫസ്റ്റത്തെ കണ്ടതിൻ്റെ ആ ഒരു ഫീല് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല. പക്ഷേ 2-3 ഭാഗങ്ങളൊക്കെ കുഴപ്പമില്ല. അത്ര എനിക്ക് ഫസ്റ്റ് കിട്ടിയ എൻ്റെ ഒരു ഫീല് നമുക്ക് എപ്പോഴും അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ ആ ഒരു മൂവിയും കൂടി കണ്ടു തീർത്തു. അപ്പോൾ ഈ ചുരിദാറുകളും ഇതൊക്കെ ഞാൻ സാധാരണ ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോഴും അതോടൊപ്പം തന്നെ പാർട്ടി വെയർ സൽവാറൊക്കെ വല്ല ഫംഗ്ഷനോ അങ്ങനത്തെ മാത്രമാണ്. ബാക്കി എല്ലാ സമയത്തും നേരത്തെ പറഞ്ഞ ജീൻസും കുർത്തീസാണ് യൂസ് ചെയ്യണേ. അതും ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ കുറേ നല്ലത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും വിലയും കുറവായിരുന്നു. പിന്നെ കടകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ വാങ്ങിയിട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. നല്ല കുറച്ച് കുർത്തീസ് ഞാൻ മേടിച്ചത് ഇപ്പോഴും ലാസ്റ്റ് ചെയ്യണതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. കുർത്തീസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ എടുക്കുന്നത് മീഡിയം സൈസ് നമുക്ക് മതിയെങ്കിലും ലാർജ് സൈസ് എടുക്കുക. കാരണം ചില കോട്ടൺ കുർത്തീസ് അലക്കി കഴിയുമ്പോൾ ചുരുങ്ങിപ്പോവും. അപ്പോൾ കാണുമ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല, ഇത്തിരി ലൂസായിട്ട് ഇടുന്നതാണ് ഭംഗി. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒരു അടുത്ത സൈസ് എടുക്കുന്നതാവും നല്ലത്. പിന്നെ നമ്മുടെ അലമാരയിലെ പിന്നെ തുണികളെല്ലാം നമുക്ക് എടുത്ത് വെക്കാം. അലമാരയുടെ ഉള്ളിൽ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ പലരും മുൻപും നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ പറയാറുണ്ട് ഇതെങ്ങനെ ഈ ലൈറ്റിൽ വെച്ചതെന്ന്. അപ്പോൾ ഇത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ നമുക്ക് മേടിച്ച് വെച്ചൊരു ലൈറ്റല്ല. ചേട്ടൻ ഈ ഒരു അലമാരയുടെ അതനുസരിച്ച് ചെറിയ ചെറിയ LED സ്ട്രിപ്പ് ലൈറ്റ് വെച്ച് വയറിൻ്റെ കണക്ഷനൊക്കെ എടുത്തിട്ട് ചെയ്തൊരു കണക്ഷനാണ്. അല്ലാണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ റീചാർജബിൾ ലൈറ്റൊക്കെ വെക്കാൻ കിട്ടും. അതെപ്പോഴും ചാർജ് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് ഇതിൽ വെക്കണം. അപ്പോൾ അങ്ങനത്തെ ആമസോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ലൈറ്റ് അങ്ങനത്തെ ഉണ്ട്, ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ഇതുപോലെ കത്തും, കറണ്ട് കണക്ഷനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി ലൈറ്റ് ഇതിൽ വെച്ചത്. കാരണം പണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കാണില്ലായിരുന്നു. ഇപ്പം എല്ലാം നല്ല വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് കാണാനും നല്ല രസമാണ് ഡ്രസ്സുകൾ. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയിൽ മടക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ലൈറ്റ് ഇടുമ്പോൾ തന്നെ അല്ലാതെ അലങ്കോല ഇത് അറിയാൻ പറ്റും. അന്നത്തെ ദിവസം മുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലത്തെ പണികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒതുക്കണേനൊപ്പം തന്നെ ആ സിനിമ കണ്ടിരുന്നപ്പോൾ പിന്നെ കുറേ നേരം പോയി. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇത്തിരി റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ റൂം അടിച്ച് വാരലും വൃത്തിയാക്കലും അതൊക്കെ ചെയ്തത്. കാരണം എല്ലാം കൂടി ഒന്നിച്ച് ഫുൾ ഡേ പണിയെടുത്തുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ ഞാൻ പൊടി തട്ടിലാകെ കുറച്ച് ജസ്റ്റ് ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് പൊടി തട്ടി അത്രേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് റൂം മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് ഒന്ന് തുടയ്ക്കണം. അതും ചെയ്ത് ഷീറ്റെല്ലാം മാറ്റണം. ഇതൊക്കെ കൈയോടെ ചെയ്യേണ്ട പണിയായിരുന്നു. പക്ഷേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമായി. പിന്നെ ആ സിനിമ കണ്ട് അവിടെ ഇരുന്നില്ലേ, അതിൽ പെട്ടു. അപ്പോൾ പിന്നെ ബാക്കി പണി ചെയ്യാനും തോന്നിയില്ല. അപ്പോൾ നമുക്കിനി റൂം ഫുള്ളായിട്ടും വൃത്തിയാക്കാം. റൂമിൽ അവിടെ സൈഡിൽ കിടക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് നീക്കി മാറ്റി മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുകയാണ്. കാരണം റൂമിന് ചുറ്റും ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയാലാണ് വൃത്തിക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാ ദിവസം അടിക്കുമ്പോൾ ഒന്നും അതെല്ലാം എടുത്ത് മാറ്റാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എടുത്ത് മാറ്റി എല്ലാം സെറ്റാക്കണത്. ഇനി നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ബെഡ്ഷീറ്റ് ഞാൻ വിരിക്കുന്നത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വൈറ്റുമേ ചെറിയ ഡിസൈൻ വരുന്ന ബെഡ്ഷീറ്റാണ്. ഇതൊരു പോളി കോട്ടൺ മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ അല്ല. കുഴപ്പമില്ല മെറ്റീരിയൽ, ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വില കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അത് കാണാൻ നല്ല ഭംഗിയുടെ ഡിസൈനാണ് എനിക്ക് ഇഷ്ടമായത് ഇതിൻ്റെ. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടി നല്ലതായിരുന്നെങ്കിൽ നന്നായി എന്ന് എനിക്ക് തോന്നിയിരുന്നു.
പക്ഷെ അത് കളറ് പോവേ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ ഒരു പ്രശ്നം തുണി ഇങ്ങനെ ഒരു പോളിസ്റ്റർ കുറച്ച് മിക്സിങ് ഉണ്ടെന്ന് മാത്രം. ഇതൊരു ഫിറ്റഡ് ഷീറ്റാണ്, അതായത് സൈഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്ന മോഡൽ ബെഡ്ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ബെഡിൻ്റെ കറക്റ്റ് അളവ് എടുത്താലാണ് അത് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന എല്ലാത്തിൻ്റെയും കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഞാൻ ഈ ഒരു കുഷ്യൻ കവർ ഇട്ടിട്ട് ഈ കുഞ്ഞ് കുഷ്യൻ വെക്കുന്നുണ്ട്. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല അടിപൊളി കുഷ്യൻ കവറാണ് കേട്ടോ, നല്ല ഭംഗിയത് കാണാൻ. സാധാരണ കുഷ്യൻ കവറിനെക്കാട്ടും ഇതിന് കുറച്ച് വിലയുണ്ടാവും, എന്താ വെച്ചാൽ ഇത് പ്യുവർ കോട്ടനാണ്. പിന്നെ അതുപോലെ ഡിസൈനും അതൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ആ ഒരു ഐറ്റം കേട്ടോ. അതിൻ്റെ 2 പാക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ റൂം ഫുള്ളായിട്ടും തുടച്ച് എല്ലാം വൃത്തിയാക്കി നമ്മുടെ റൂം നല്ല ക്ലീനായി. ഞാൻ കുറേ ആയിട്ട് ഒതുക്കണമെന്ന് വിചാരിച്ച ആ ഷെൽഫുകളൊക്കെ ഒതുങ്ങിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഒരു ദിവസം കൂടെ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് ഒതുക്കി തീരുന്നേ, അത്രയ്ക്കും പണിയുള്ളൂ. ആ ഒരു മടിയൊന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ ഒതുക്കൽ കുറേയൊക്കെ തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.